ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു നീർദോശ റെസിപ്പിയാണ്. കർണാടകത്തിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. അറിയുന്നവരൊന്ന് ക്ഷമിക്കണേ, അറിയാത്ത ആൾക്കാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് വേണ്ടത് ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് പച്ചരി, 2 മണിക്കൂർ കുതിർത്ത പച്ചരി അരച്ച് വെച്ചിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ട്. ഇതിൽ 2 സ്പൂൺ മാത്രം തേങ്ങ ചെറിയത് മതി. തേങ്ങ 2 സ്പൂൺ മാത്രം, ഇത്ര സാധനം മതി. പച്ചരിയും 2 സ്പൂൺ തേങ്ങ, ഉപ്പ്. ഇത് അരച്ചെടുത്തേക്കുന്ന കുറച്ച് വെള്ളം പോലെയാണ്, ഉഴുന്ന് ദോശ പോലെയല്ല, അതിനേക്കാൾ ഒത്തിരി ഇത് നല്ല വെള്ളം പോലെയാണ്. അങ്ങനെ ആവണം, ഇല്ലെങ്കിൽ അത് ഇച്ചിരി കട്ടി കൂടുതൽ വരും. നമുക്ക് എങ്ങനെയാണ് ചുടുന്നതെന്ന് നോക്കാം. നമുക്ക് ഗ്യാസ് കത്തിക്കാവേ. കല്ല് വെക്കണം. ഞാൻ എണ്ണ തേക്കാൻ ഉപയോഗിക്കുന്ന ഈ വാഴയുടെ തണ്ടാണ്. എനിക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ മറ്റേതൊന്നും ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. എനിക്കിത് കംഫർട്ടാണ്. ഇഷ്ടമുള്ളവർക്ക് ഇത് ഉപയോഗിക്കാം. വാഴത്തണ്ടായതുകൊണ്ട് നമുക്ക് ഇറക്കും കുഴപ്പമൊന്നും വരില്ല. ഇതിന് ഉപയോഗിക്കുന്ന എണ്ണ എള്ളെണ്ണയാണ്. എള്ളെണ്ണ തന്നെ വേണം, നന്നായിട്ട് തേക്കാം. ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിക്ക് അത് തന്നെ ആക്കണം. ഈ ഇരുമ്പിൻ്റെ ദോശക്കല്ല് തന്നെ വേണം. നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ അകത്താക്കിയാൽ പെർഫെക്റ്റായിട്ട് കിട്ടില്ല ഈ ദോശ. നന്നായിട്ട് എണ്ണ തേക്കാം. കല്ല് നന്നായിട്ട് ചൂടാക്കണം. ചൂടായിട്ടില്ല, ചൂടായിട്ടുണ്ട്. വെള്ളം ഇട്ട് ഇങ്ങനെ സൗണ്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ചൂടായിട്ടുണ്ടെന്ന്. സിമ്മിലോട്ട് ആക്കുക സ്റ്റവ്. ഇനി നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇനി ഒരു തവി ഒഴിക്കാം. തീ കൂട്ടി കൊടുക്കാം. മൂടി വെക്കണം. നമുക്കൊന്ന് തുറന്ന് വെച്ച് ഒന്ന് ഡ്രൈ ആവണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം മാത്രം. ഇനി മറച്ചിടാനില്ല, ഡയറക്റ്റ് 3ആയിട്ട് മടക്കിയിട്ട് പാത്രത്തിലേക്ക് ഇടുക. അതാണ് നീർദോശ ചെയ്യുന്ന ഒരു രീതി. നമുക്കിനി ഇത് ഡ്രൈ ആയിട്ടുണ്ട്, ഇത്രയും മതി. നമുക്കൊന്ന് 3ആയിട്ട് മടക്കാം. ഇങ്ങനെ ഒന്ന് മടക്കുക. ഇത്രയേ ഉള്ളൂ, ഒരു ദോശയായി. അല്പം കൂടെ എള്ളെണ്ണ തന്നെ ഉപയോഗിക്കണേ, അന്നേരം അത് അടി പിടിക്കില്ല. നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടും. ഇത്രയും മതി. മാവൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഓരോ വട്ടം നമ്മൾ ചുടുമ്പോഴും. ഇച്ചിരി തീ കൂട്ടി കൊടുക്കുക, ശകലം. ഒരു തരി മൊത്തം ഒഴിക്കാം. മൂടിക്കൊടുക്കാം. ഫുൾ ഫ്ലെയിമും അല്ല, ഫുൾ ഫ്ലെയിമിനേക്കാൾ ഇച്ചിരി കുറച്ചിട്ട് ഫുൾ സിമ്മിലും അല്ല, അതിനിടയ്ക്കായിട്ടുള്ളതിനകത്ത് വെച്ചിട്ടുണ്ട്. അല്പം ഒന്ന് വേകാൻ വേണ്ടി. ഫുള്ള് തീ കൂട്ടി വെക്കുവാണെങ്കിൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് തീരെ സിമ്മിലും അല്ല ഫുൾ ഫ്ലെയിമിലും അല്ലാത്ത പോലെ വെച്ചാൽ മതി. നമുക്കൊന്ന് അടപ്പെടുത്ത് നോക്കാം. റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നാകും. നീർദോശ ആയതുകൊണ്ട് കുറേ സമയം വേണ്ട. നമുക്കിത് 3ആയിട്ട് മടക്കിയെടുക്കാം. ഇങ്ങനെ ഒന്ന് മടക്കുക. 2 ദോശയായി. വെള്ളം ഒഴിക്കുക. ഒന്ന് ഇളക്കിയിട്ട് ഒഴിക്കാം.
മൂടി വെക്കാം. നമുക്കൊന്ന് അടപ്പ് തുറന്ന് നോക്കാം. കറക്റ്റായിട്ടുണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് അരി ഒന്ന് അരച്ച് വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിലേക്ക് പെട്ടെന്നായിട്ട് നമുക്ക് ദോശ കഴിക്കണം തോന്നിയാൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്, നീർദോശ. രണ്ടും കൂടെ ചൂടാം. എള്ളെണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം, ഇതിന് അടി പിടിക്കുവേ. നമുക്ക് മിക്സ് ചെയ്യാം. ഓരോ വട്ടം നമ്മൾ കോരി വയ്ക്കുമ്പോഴും ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം കാര്യങ്ങളൊന്ന് ഇളക്കിയിട്ട് കോരി ഒഴിക്കാൻ. മൂടി വെക്കാം. നമുക്കൊന്ന് അടപ്പ് തുറക്കാം. തിരിച്ചിടാനേ ഇല്ല കേട്ടോ. ഒന്ന് മടക്കുക, ഒന്ന് മടക്കുക. ഇത്രയേ ഉള്ളൂ. ബാക്കിയത് പിന്നെ ചൂടാം. ഇതിൻ്റെ കൂടെ നമുക്ക് സാമ്പാറോ പരിപ്പ് കറിയോ ഫിഷ് കറിയോ മുട്ടക്കറിയോ ചിക്കനോ എന്ത് വേണമെങ്കിലും ആവും. ഒരു കറി ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കാലം ഇത് നീർദോശയുടെ കൂടെ ഇച്ചിരി പഞ്ചസാര പിള്ളേർക്ക് ഇട്ട് കൊടുത്താലും അതും അവർ ഇഷ്ടപ്പെട്ട് കഴിച്ചോളും. എന്ത് കറിയുടെ കൂടെ ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.